ആദമിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആദമിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേയും നാട്ടിൽ തന്നെയായിരുന്നു. ആദമ് 2 മാസം ഉള്ളപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ആദമിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു സെലിബ്രേഷൻ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം വലിയ സെലിബ്രേഷനൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ്. പക്ഷേ 2 വീട്ടിലായിട്ട് ഒരു കുഞ്ഞ് ആഘോഷം വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 2 വീട്ടിലായിട്ട് ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ് ഉണ്ടായത്. എൻ്റെ വീട്ടിലും റാഷിൻ്റെ വീട്ടിലായിട്ട്. ആദ്യം ഞാൻ ഉണ്ടായത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ബൽക്കീൻ എൻ്റെ ഇത്താൻ്റെ നാട്ടിൽ പോയിട്ട് ആടുന്നാണ് ആഘോഷിച്ചത്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഉമ്മ, ഉപ്പ, അനിയൻ, വൈഫ്, ഏട്ടത്തി, മക്കളെല്ലാവരായിട്ട് അവരെ കസിൻസൊക്കെ ആയിട്ട് അവർക്ക് എന്നും ഓർത്തിരിക്കാനുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റാഷിൻ്റെ വീട്ടിൽ ആദമിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് വന്നത്. അന്ന് അവിടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഉമ്മ, അബി, പുത്തു, പിള്ളേരെല്ലാവരായിട്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ല, എന്നും അവർക്ക് ഓർത്തിരിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും. നാളെ നമുക്ക് അവർ പുറത്തൊക്കെ പോയി ജീവിക്കുമ്പം ഈ ഒരു സെലിബ്രേഷനും ഈ ഒരു ഇത് എപ്പോഴും അവർ ഓർക്കുന്ന ഒന്നായിരിക്കും. അങ്ങനെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു.